നമസ്കാരം. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ 13 വയസ്സുകാരിയെ കണ്ടെത്താനുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി. കുട്ടി തമിഴ്നാട്ടിൽ എത്തിയിട്ടുണ്ടാകും എന്ന നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് സംഘം കന്യാകുമാരിയിലേക്ക് പുറപ്പെട്ടത്. അല്പസമയത്തിനകം അവർ അവിടെ എത്തിച്ചേരും എന്നാണ് റിപ്പോർട്ടുകൾ. ട്രെയിനിൽ വെച്ച് കുട്ടി കരയുന്നത് കണ്ടാണ് ഫോട്ടോ എടുത്തതെന്ന് സഹയാത്രിക ബബിത പറഞ്ഞു. ബബിത എടുത്ത ഫോട്ടോ തിരിച്ചറിഞ്ഞാണ് കുട്ടി കന്യാകുമാരിയിലേക്ക് പോയിരിക്കാം എന്ന നിർണായക വിവരം പോലീസിന് ലഭിച്ചത്. തമ്പാനൂരിൽ നിന്നാണ് ട്രെയിനിൽ കയറിയത് എന്ന് ബബിത പറഞ്ഞു. നെയ്യാറ്റിൻകരയിൽ വെച്ചാണ് ഫോട്ടോ എടുത്തത്. കുട്ടി കരയുന്നുണ്ടായിരുന്നുവെങ്കിലും ധൈര്യത്തോടെയായിരുന്നു ഇരുന്നത്. വീട്ടിൽ ഇടുന്ന വസ്ത്രമാണ് ധരിച്ചിരുന്നത്. ഇതും സംശയം തോന്നി. കുട്ടി കരയുന്നത് കണ്ടാണ് ഫോട്ടോ എടുത്തത്. അങ്ങനെ എടുക്കാൻ തോന്നി. വീട്ടിൽ നിന്ന് പിണങ്ങി വന്നതായിരിക്കുമോ എന്നാണ് കരുതിയത്. പെൺകുട്ടിയുമായി സംസാരിക്കാൻ കഴിഞ്ഞില്ല. ആരുടെയും മുഖത്തേക്ക് പോലും പെൺകുട്ടി നോക്കിയിരുന്നില്ല. കൂടെയുണ്ടായിരുന്ന സുഹൃത്തായ യാത്രക്കാരിയാണ് കുട്ടി നമ്മുടെ കൂടെ തമ്പാനൂരിൽ നിന്നാണ് കയറിയത് എന്ന് പറഞ്ഞത്. ഉച്ചയ്ക്ക് 1:30 ഫോട്ടോ എടുത്തത്. വീട്ടിൽ നിന്ന് നല്ല കാറ്റായിരുന്നു. പുലർച്ചെ എഴുന്നേറ്റ് യൂട്യൂബ് ചാനലുകളിലെ വാർത്ത കണ്ടപ്പോഴാണ് കുട്ടിയുടെ ഫോട്ടോ കണ്ട് സംശയം തോന്നിയത്. തുടർന്ന് 4 മണിയോടെയാണ് പോലീസിൽ വിവരമറിയിച്ചത്. ഇന്നലെ രാത്രി കുട്ടിയെ കാണാതായ സംഭവം ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല എന്നും ബബിത പറഞ്ഞു. ഫോട്ടോ അയച്ചു കൊടുത്ത ശേഷം കുട്ടിയുടെ പിതാവ് തിരിച്ചറിഞ്ഞു എന്ന് പോലീസ് വിളിച്ചറിയിക്കുകയായിരുന്നുവെന്ന് ബബിത പറയുന്നു. കുട്ടിയുടെ കയ്യിൽ നോട്ട് ചുരുട്ടി പിടിച്ചിരുന്നു. 40 രൂപയോളം വരുമെന്നാണ് തോന്നുന്നത്. കയ്യിൽ ബാഗുണ്ടായിരുന്നെങ്കിലും പൊടിയുണ്ടായിരുന്നു. കുട്ടിയെ കണ്ടപ്പോൾ എന്തോ ഫോട്ടോ എടുക്കാൻ തോന്നിയതാണെന്നും ബബിത പറയുന്നു. ഡിഗ്രി കഴിഞ്ഞ് മെഡിക്കൽ കോഡിങ്ങിന് പഠിക്കുന്ന വിദ്യാർത്ഥിനിയാണ് ബബിത. ബബിതയും കൂടെയുണ്ടായിരുന്ന സഹയാത്രക്കാരിയുമാണ് കുട്ടിയെ കണ്ട് സംശയം തോന്നി ഫോട്ടോ എടുത്തത്. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ 13കാരിയെ കണ്ടെത്താനുള്ള അന്വേഷണത്തിൽ നിർണായകമായതും ഇവർ എടുത്ത ഫോട്ടോയാണ്. ബബിതയും കൂടെ പഠിക്കുന്ന കൂട്ടുകാരിയും ട്രെയിനിൽ വീട്ടിലേക്ക് പോകുന്നതിനിടെയാണ് ചിത്രം പകർത്തിയത്. തിരുവനന്തപുരത്ത് നിന്നും പോലീസ് സംഘം കന്യാകുമാരിയിൽ ഉടൻ തന്നെ എത്തിച്ചേരും എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. മാത്രമല്ല, കുട്ടി ഇടയ്ക്ക് 5 സ്റ്റോപ്പുകളുണ്ട് ട്രെയിനിന്. അതിൽ ഏതെങ്കിലും ഒരു സ്റ്റോപ്പിൽ ഇറങ്ങിയിരിക്കാനുള്ള സാധ്യതയും പോലീസ് തേടുന്നുണ്ട്. ഏത് സ്റ്റോപ്പിലായാലും ആ പോലീസ് സ്റ്റേഷനുകളിലേക്ക് വിവരം കൊടുത്ത് കുട്ടിയെ എത്രയും പെട്ടെന്ന് കണ്ടെത്താനാവും എന്ന പ്രതീക്ഷയിലാണ് പോലീസ് സംഘം ഇപ്പോൾ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നത്. കുട്ടി എന്തുകൊണ്ടാണ് വീട്ടിൽ നിന്ന് പിണങ്ങി ഇറങ്ങിയത് എന്ന കാര്യത്തിൽ പല രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും 13കാരിയെ ഉടൻ തന്നെ കണ്ടെത്താൻ സാധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇത്തരത്തിൽ ഒരു സഹയാത്രിക ഇടപെടൽ നടത്തിയതുകൊണ്ടാണ് കുട്ടിയെ തിരിച്ചറിഞ്ഞത്. കുട്ടിയുടെ കയ്യിൽ വളരെ കുറച്ച് പണം മാത്രമേ ഉള്ളൂ. കുട്ടി എങ്ങോട്ടാണ് പോകുന്നത്, എന്താണ് കുട്ടിയുടെ ലക്ഷ്യം എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും ധാരണയായിട്ടില്ല. എന്തായാലും ഉടൻ തന്നെ കുട്ടിയെ കണ്ടെത്താനുള്ള ശ്രമം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്.